ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഞാനും ആഷിയും കൂടെ ഇതേ കുപ്പികളൊക്കെ റീസൈക്കിൾ ചെയ്യാൻ വേണ്ടി പോവാണേ. അപ്പോൾ എത്ര യൂറോ കിട്ടും? ഒരു 15 യൂറോ അല്ലെങ്കിൽ അതിൽ കൂടുതലല്ലേ? 20 എന്തായാലും. അതിൽ കൂടുതൽ. ഇതുവരെ നമ്മൾ ഇത്രയും കൂട്ടി വെച്ചിട്ടില്ല. അത്രയും വർക്ക് ലോഡ് ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും കൂട്ടി വെച്ചത്. നമുക്ക് നോക്കാം എത്ര യൂറോ കിട്ടും എന്നുള്ളത് അല്ലേ. പലർക്കും അറിയുന്നുണ്ടാവാം, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. ഇവിടെ നമ്മൾ കൂൾ ഡ്രിങ്ക്സ് അതുപോലുള്ള വെള്ളം അങ്ങനെ പുറത്തുനിന്നൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് ആ കുപ്പിയിൽ ഒരു സൈൻ കാണാൻ പറ്റും. ആ സൈനുള്ള കുപ്പി മാത്രം നമ്മളിങ്ങനെ റീസൈക്കിൾ ചെയ്ത് നമുക്ക് അതിൻ്റെ പൈസ കളക്ട് ചെയ്യാം. എല്ലാ കുപ്പിയും നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ആ ഒരു സൈനുള്ള കുപ്പികൾ മാത്രമേ റീസൈക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. പല കുപ്പിക്കും 25 സെൻറ്റ് ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക. ചിലതിന് മാത്രമേ 10 സെൻറ്റ് ഉണ്ടാവുള്ളൂ. ഇവിടുത്തെ ഏത് സൂപ്പർ മാർക്കറ്റിലും പോയിട്ട് റീസൈക്കിൾ ചെയ്യാൻ പറ്റൂട്ടോ. ലൈക്ക് പെന്നി, ലിഡിൽ, പിന്നെ കോഫ്ലാൻഡ്, അങ്ങനെയുള്ള ഏത് സൂപ്പർ മാർക്കറ്റിലും പോവാം. ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള പെന്നിയിലാണ് വന്നിരിക്കുന്നത്. സൂപ്പർ മാർക്കറ്റ്സിൻ്റെ ഫ്രണ്ടിൽ തന്നെ എനിക്ക് ഈ ഒരു മെഷീൻ ഉണ്ടാവുക. അവിടെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. എന്നിട്ട് ഇതുപോലെ കുപ്പികൾ നേരെ ഇട്ടിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ എത്ര കുപ്പി ഇട്ടു, എത്ര ക്യാൻസ് ഇട്ടു, എത്ര ബിയർ ബോട്ടിൽസ് ഇട്ടു എന്നൊക്കെ ഇങ്ങനെ സൈഡിൽ കാണിക്കും. അതനുസരിച്ച് എന്തോരം രൂപ കളക്ട് ചെയ്തെന്നും കാണിക്കും. ബോട്ടിൽസിൻ്റെ ഉള്ളിൽ ലിക്വിഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞിട്ട് വേണം ഇതിനകത്തേക്ക് ഇടാനായിട്ട്. ഇങ്ങനെ ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെ പറയുന്നതാണ് പി ഫണ്ട് എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്കൊരു സ്ലിപ്പ് കിട്ടും ഈ മെഷീനിൽ നിന്ന്. ആ സ്ലിപ്പ് എടുത്ത് ഒന്നെങ്കിൽ കൗണ്ടറിൽ കൊണ്ട് കാണിച്ചാൽ നമുക്ക് ആ പൈസ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഷോപ്പ് ചെയ്യാം. മോസ്റ്റ്ലി ഞങ്ങൾ ഷോപ്പ് ചെയ്യുകയാണ് ചെയ്യാറ്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്തും വെക്കാൻ പറ്റാറുണ്ട് ഈ ഒരു പൈസ കൊണ്ട്. 21 യൂറോ 7 സെൻറ്റിന് വാങ്ങിച്ച സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ എക്സ്പെക്ട് ചെയ്തതിലും കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് സാധനം മേടിക്കാൻ പറ്റിയല്ലേ ആക്ച്വലി. കുറച്ച് സ്റ്റോക്ക് ചെയ്യാനൊക്കെ മേടിച്ചാണ് കേട്ടോ വെളിച്ചെണ്ണയൊക്കെ. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.